അപ്പൊ വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയാൻ നമ്മുടെ ഇന്ന് ഇറങ്ങിയ സൂപ്പർമാന്റെ റിവ്യൂ ആണ്. അപ്പൊ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, പടം ഒരു രക്ഷയില്ല, അടിപൊളി പടമാണ്, ഒന്നും നോക്കാനില്ല. നമ്മുടെ ഈ പടം എന്ന് പറയുന്നത് നമ്മൾ മാൻ ഓഫ് സ്റ്റീൽ ആയിട്ട് കമ്പയർ ചെയ്യാണ്ടിരുന്നാൽ മതി. മാൻ ഓഫ് സ്റ്റീൽ പിടിച്ചിരിക്കുന്ന സ്നൈഡർ കട്ടാണ്, സ്നൈഡറിന്റെ വേർഷൻ ആണ്. സ്നൈഡർ അതൊരു പ്രത്യേക രീതിയിൽ വേറെ ടൈപ്പ് രീതിയിലാണ് അത് പിടിച്ചിരിക്കുന്നത്. ഇത് പിടിച്ചിരിക്കുന്ന ജെയിംസ് ഗൺ ആണ്. ജെയിംസ് ഗൺ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഷൂട്ട് ചെയ്ത ജെയിംസ് ഗൺ ആണ്. പിന്നെ നമ്മുടെ DC-യിൽ വന്നിട്ട് പീസ് മേക്കർ സീരീസ് എടുത്തു, കൂടാതെ സൂയിസൈഡ് സ്ക്വാഡ് എടുത്തു. ഇതെല്ലാം ചെയ്ത ആളാണ് ജെയിംസ് ഗൺ. ജെയിംസ് ഗണ്ണിന്റെ പക്ക എപ്പോഴും ഉള്ള ഒരു ട്രേഡ് മാർക്ക് സാധനം പോലെ കോമഡി വിത്ത് ആക്ഷൻ ത്രില്ലർ ആണ് തന്നിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ പടത്തില് കോമിക് ബുക്ക് സൂപ്പർമാൻ ആണ് ഏകദേശം എന്ന് പറയാം. കാരണം നമ്മൾ മാൻ ഓഫ് സ്റ്റീലിൽ കണ്ട മാതിരി ഒരു വളരെ ടഫ് ആൻഡ് നോട്ട് ഫൺ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് സൂപ്പർമാൻ അല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. കോമിക് ബുക്ക് ടൈപ്പ്, അതായത് അത്യാവശ്യം ഫൺ ഉണ്ട്, പവർ ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ഒരു മിക്സർ ഉള്ള ഒരു സൂപ്പർമാൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാസ്റ്റിംഗിലൊക്കെ അടക്കുവാണെങ്കിൽ സൂപ്പർമാൻ ആയിട്ട് പ്ലേ ചെയ്തിരിക്കുന്നത് ഡേവിഡ് കോറൻസ്വെറ്റ് ആണ്. കൂടാതെ ലോയിസ് ലെയിൻ ആയിട്ട് പ്ലേ ചെയ്തിരിക്കുന്ന റേച്ചൽ ആണ്. കൂടാതെ നമ്മുടെ ലെക്സ് ലൂത്തർ കളിച്ചിരിക്കുന്ന നിക്കോളസ് ഹോൾട്ട് ആണ്. ഇതിനകത്ത് എനിക്ക് ആകെ കാസ്റ്റിംഗ് വളരെ നല്ലതാണ്. കാസ്റ്റിംഗിൽ ആകെ എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെടാത്ത ഒരാൾ ലോയിസ് ലെയിൻ കളിച്ച റേച്ചൽ മാത്രമാണ്. ഒരു ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ ഒരു ആക്ട്രസ് മാതിരി തോന്നി. ബാക്കി എല്ലാവരും തന്നെ മികച്ച ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് സാധാരണ എല്ലാ സൂപ്പർ ഹീറോ പടത്തിൽ കാണുന്ന പോലെ തന്നെ വില്ലൻ വരുന്നു, വില്ലന്റെ കുറെ സ്കീംസ് കാരണം ലോകം നശിക്കപ്പെടുന്നു, അങ്ങനത്തെ സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ പടത്തിലും. ഓബ്വിയസ്, കാരണം ഇതൊരു സൂപ്പർ ഹീറോ പടമാണ്, വില്ലൻ വേണം, ഹീറോ വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ അവര് ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അവര് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ വളരെ നല്ല രസവുമാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് അബോ ഉണ്ട് ഫസ്റ്റ് ഹാഫ്, പക്ഷെ സെക്കൻഡ് ഹാഫ് വളരെ നന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ബോറടിയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറവോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ജെയിംസ് ഗൺ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണിത്, ഒരു സംശയവും വേണ്ട. പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണിക്കുക, ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റം തന്നെയാണ്. കാരണം അതിന്റെ CGI-യും കൂടാതെ നമ്മുടെ തിയേറ്ററിൽ പോയി കാണുന്നത് പറയുന്നത് ഇത് 3D ആയിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റം തന്നെയാണ്. കൂടാതെ ഇനി പേഴ്സണൽ ആയിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ തിയേറ്ററിൽ എന്റെ വീഡിയോകൾ ആകെ കാണുന്നത് 50 പേരാണെന്ന് എനിക്കറിയാം. ഇൻസ്റ്റയിൽ റീലിന്റെ കാര്യം പറഞ്ഞ ആകെ കാണുന്ന 50 പേരാണ്. ഈ 50 പേരിൽ ഞാൻ ഈ പറയാൻ പോണ വ്യക്തി ഉണ്ടെങ്കിൽ ദൈവത്തോത്തം ശ്രദ്ധിക്കുക. എന്റെ കൂടെ ഇപ്പുറത്തിരുന്നവൻ, അവന് ഈ വീഡിയോ കാണുന്നതിന് എന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അടുത്ത പ്രാവശ്യമെങ്കിലും ഇപ്പുറത്തിരുന്ന് കൊണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്തണം. അവൻ ഒറ്റൊരുത്തം കാണാൻ പടം കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഏത് നേരം കൊണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും മിണ്ടാതിരിക്കടാവുന്നത്. അവൻ ഒന്നും മിണ്ടാതിരി സുഹൃത്തെ, അടുത്ത പ്രാവശ്യമെങ്കിലും. കാരണം എന്ന് വെച്ചാല് സൂപ്പർമാനെ കാണുമ്പോൾ ഒരു ജയ് വിളിക്കാം, സൂപ്പർമാനെ കാണുമ്പോൾ ഒരു ഹോയ് വിളിക്കാം, അതൊക്കെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചുമ്മാ സിനിമ നടക്കുന്നതിന്റെ ഇടയിലും അവിടെ ഇരുന്ന് കുശുകുശാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെ ശല്യപ്പെടുത്തല്ലേ, സിനിമ കാണാൻ പറ്റില്ല. അതുകൊണ്ടാ. അപ്പൊ ഇത് മാത്രമാണ് നമുക്ക് മൊത്തത്തിൽ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. സിനിമ നിങ്ങൾ എല്ലാവരും മസ്റ്റ് വാച്ച് തന്നെ കാണേണ്ട ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു സൂപ്പർമാൻ പടത്തിനെ പറ്റി പറയാനുള്ളത്. ഈ ഫിലിമിന് നമ്മൾ ഡെഫിനറ്റ്ലി റേറ്റിംഗ് 10-ൽ 9 തന്നെ കൊടുക്കും. ആൻഡ് ഞങ്ങൾ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ശ്രദ്ധിക്കുക പടം കാണുമ്പോൾ. സോ ഇത്രയൊക്കെ ഉള്ളൂ. സൈനിങ് ഓഫ്.